സിക്സ് എന്താണ്? പിന്നെ നമ്മളെ ഹീറ്റുമായി ബന്ധപ്പെട്ടതാണ്. അലൂമിനിയം വയറായാലും അയൺ റോഡായാലും പിന്നെ കോപ്പർ വയറായാലും ഇതൊക്കെയും മെറ്റലാണ്. അവ എന്താണ്? ഗുഡ് കണ്ടക്ടേഴ്സാണ്, ഹീറ്റിൻ്റെ ഗുഡ് കണ്ടക്ടേഴ്സാണ്. അപ്പോൾ ഇവിടെ പ്ലാസ്റ്റിക് റോഡ് പിന്നെ എന്താണ്? ഗുഡ് കണ്ടക്ടർ അല്ല. പിന്നെയോ വുഡൻ പീസ് ഗുഡ് കണ്ടക്ടർ അല്ല. അപ്പോൾ ഇതിനെ നമുക്ക് എന്ത് പറയുക? പുവർ കണ്ടക്ടർ എന്ന് പറയാം അല്ലേ? അപ്പോൾ ഇത് രണ്ടുമാണ് നമുക്ക് എന്തിനു ഉപയോഗിക്കാൻ വേണ്ടി പറ്റിയ ഹാൻഡിൽസ് ഓഫ് വെസൽസ്, നമ്മുടെ പാത്രങ്ങളുടെ ഹാൻഡിലായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി പറ്റിയ ഇത് രണ്ടുമാണ് എന്നും എന്തുകൊണ്ടാണ് ഇത് ഉപയോഗിക്കാൻ മറ്റുള്ളത് ഉപയോഗിക്കാൻ പറ്റാത്തത് എന്നുമാണ് എഴുതേണ്ടത്. പിന്നെയോ ഞാൻ ചിത്രം വരച്ച് കാണിച്ചാണ് എന്ത്? സീ ബ്രീസ്, പിന്നെ ലാൻഡ് ബ്രീസ്. അപ്പോൾ ഇവിടെ നടക്കുന്നത് എന്താണ്? ഡ്യൂറിങ് ഡേ ടൈമിൽ നടക്കുന്നത് സീ ബ്രീസാണ്, രാത്രി കാലങ്ങളിൽ നടക്കുന്നത് ലാൻഡ് ബ്രീസാണ്. അതെങ്ങനെയാണ് ഫോം ചെയ്യുന്നത് എന്നൊക്കെ ഒരു ചിത്രം വരച്ചിട്ട് പറഞ്ഞാൽ. യെസ്, ലാൻഡിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പിന്നെ പെട്ടെന്ന് ചൂടാവുകയും ചെയ്യും, പെട്ടെന്ന് തണുക്കുകയും ചെയ്യും. അപ്പം ഡ്യൂറിങ് ഡേ ടൈമിൽ എന്ത് ചെയ്യും? ഈ ലാൻഡ് പെട്ടെന്ന് ഹോട്ടാകുമ്പോൾ ഹോട്ട് എയർ മുകളിലോട്ടേക്ക് പോകും. ഹോട്ട് എയർ മുകളിലോട്ടേക്ക് പോകുമ്പോൾ ഇവിടെ ടെമ്പറേച്ചർ എന്ത് ചെയ്യും? ഹൈ ആവുമല്ലോ. അപ്പം ഇവിടെ ടെമ്പറേച്ചർ കുറവാണ്, ലോ ആണ്. അപ്പോൾ ടെമ്പറേച്ചർ ലോ ഉള്ളിടത്തുനിന്ന് ഹൈ ഉള്ളിടത്തേക്ക് എന്ത് ചെയ്യും? ഈ നല്ല കോൾഡ് ബ്രീസ്, നല്ല കോൾഡ് തണുത്ത കാറ്റ് വരും. ജസ്റ്റ് ഒരു ചിത്രം വരച്ചാൽ മതിയേനു. ഇനി പ്രഷറിൻ്റെ കേസാണ് പറയുന്നത്, ഇതിൻ്റെ ഓപ്പോസിറ്റാണ്. ഇവിടെ പ്രഷർ കൂടിയെടുത്തുനിന്ന് കുറഞ്ഞെടുത്തേക്കാണ് വരിക. അത് ഞാൻ എന്തുകൊണ്ട് പ്രഷർ പറഞ്ഞില്ല എന്ന് പറഞ്ഞാൽ പ്രഷർ നമുക്ക് പഠിക്കാനില്ല. പ്രൈസ് ബുക്ക് എടുത്ത് കളഞ്ഞിക്ക്, അത് ചിലപ്പോൾ സോഷ്യലുണ്ട്. പിന്നെ എല്ലാ ആൾക്കാരും എഴുതിയിട്ടുണ്ട്. ഒരു ഡിവൈസിൻ്റെ പേര് തെർമോമീറ്റർ എന്ന് എഴുതിയ ആൾക്കാർ റെഡിയാണ്. ഇനിയോ നമ്മുടെ ഈ തെർമോമീറ്ററിലെല്ലാം എന്തുണ്ടേനു നമ്മൾ പറഞ്ഞിട്ടുണ്ട്? മെർക്കുറി എന്ന് പറയുന്ന ഒരു എലിമെൻ്റ് ഉണ്ട്. അതിങ്ങനെ ഒരു പച്ച സാധനമില്ലേ, ഇങ്ങനെ റേസ് ആവും. നമ്മൾ ചൂട് കൂടുമ്പോൾ കുറച്ചിങ്ങനെ മേലോട്ടേക്ക് എക്സ്പാൻഡ് ആവും. അതെല്ലാവരും എഴുതിയിട്ടുണ്ട്. ലബോറട്ടറി തെർമോമീറ്ററിന് എഴുതിയ ആൾക്കാരുണ്ട്, ക്ലിനിക്കലിന് എഴുതിയ ആൾക്കാരുണ്ട്. ഇനിയിപ്പോൾ പ്രഷർ നോക്കുന്ന പണ്ടത്തെ സാധനത്തിലൊത്ത് എന്ത് ചെയ്യുന്നുണ്ട്? മെർക്കുറി ഇങ്ങനെ മുകളിലോട്ട് റൈസ് ആകുന്നുണ്ട്. പിന്നെ ഈ ഒരു ചിത്രം ഇത് നമ്മുടെ പഴയ പാടത്തു നിന്ന് വന്നതാണല്ലേ. മാഗ്നീഷ്യം ഉണ്ട്, വിനേഗർ ഉണ്ട്. അപ്പോൾ മെറ്റലും ആസിഡും തമ്മിൽ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഹൈഡ്രജൻ എന്ന് പറയുന്ന ഗ്യാസ് ഉണ്ടാവും. ഹൈഡ്രജൻ എന്ന് പറഞ്ഞാൽ കത്തുന്ന ദ്രാവകമാണ് അല്ലേ, ഇൻഫ്ലൈമബിൾ ആയിട്ടുള്ള ഗ്യാസാണ് അല്ലേ. ഇവിടെ USSന് ഒരു ചോദ്യം വരാൻ സാധ്യതയുണ്ട്. ഇത് കത്തുന്ന ഗ്യാസാണ്. ഇനി ഓക്സിജൻ ആണെങ്കിൽ അത് കത്താൻ സഹായിക്കുന്ന, ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഗ്യാസാണ്. ഇനിയോ കാർബൺ ഡൈ ഓക്സൈഡ് ആണെങ്കിലോ നമ്മുടെ ഫയർ എക്സ്റ്റിങ്ക്വിഷറിലൊക്കെ നിറച്ച് വെച്ചത് കാർബൺ ഡൈ ഓക്സൈഡ് ആയിരിക്കും. നമ്മുടെ അസിറ്റിക് ആസിഡും നമ്മൾ പണ്ടൊരു വോൾക്കാനോ ഒക്കെ ഉണ്ടാക്കില്ലേ, ബേക്കിംഗ് സോഡ, അപ്പക്കാരം, സോഡിയം ബൈകാർബണേറ്റ് എന്നൊക്കെയാണ് പറയുക. ഓക്കെ, ഈ ബേക്കിംഗ് സോഡയും റിയാക്ട് ചെയ്യുന്ന സമയത്ത് കാർബൺ ഡൈ ഓക്സൈഡാണ് വരിക. അത് നമുക്ക് പരീക്ഷിച്ച് നോക്കണമെങ്കിൽ ഒന്നുമില്ല, വീട്ടിൽ നിന്ന് കുറച്ച് വിനേഗർ എടുക്കുക, കുറച്ച് ബേക്കിംഗ് സോഡ എടുക്കുക, രണ്ടും മിക്സ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ പത പോലെ പുറത്തേക്ക് വരും. ആ ഒരു സ്ഥലത്ത് എന്ത് ചെയ്യുക? ഇതുപോലെ തീപ്പെട്ടി കത്തിച്ചാൽ കെട്ടുപോയി ചെയ്യുക. ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇവിടെ ഒരു പോപ്പ് സൗണ്ട് എന്ന് എഴുതിയ ആൾക്കാർക്ക് മാർക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെയോ ഹൈഡ്രജൻ പ്രൊഡ്യൂസ് ചെയ്യുമെന്ന് പറഞ്ഞ ആൾക്കാർക്ക് മാർക്ക് കൊടുത്തിട്ടുണ്ട്. എന്തിനാണിത് തമ്പ് ക്ലോസ് ചെയ്യുന്നത്? അത് കുറച്ച് ആൾക്കാരൊക്കെ ഭയങ്കര ഡേഞ്ചറാണെന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഒന്നുമില്ല, ഹൈഡ്രജൻ ഗ്യാസ് വെയ്റ്റ്ലെസ് ഗ്യാസാണ്, അത് പുറത്തു പോകാതിരിക്കാനാണെന്നൊക്കെ എഴുതിയ ആൾക്കാരുണ്ട്. ഇവിടെ വിനേഗറിന് പകരം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സാധനങ്ങൾ HCl കോൺസെൻട്രേറ്റഡ് ആസിഡ് ഉപയോഗിക്കുക. H2SO4 എന്ന് പറഞ്ഞാൽ സൾഫ്യൂരിക് ആസിഡ് ഉപയോഗിക്കുക. ഇനി നിങ്ങൾ ഓർഗാനിക് ആസിഡായ മാലിക് ആസിഡ്, എർറാറിക് ആസിഡ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അതൊക്കെ ശരിയാണ്. ഇത് സിമ്പിളല്ലേ. കുക്ക്ഡ് ഫുഡ് ഐറ്റംസ് കുറച്ച് കഴിഞ്ഞാൽ തണിഞ്ഞു പോകില്ലേ. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടില്ല, പ്രത്യേകം കാസറോളിൻ്റെ സ്പെല്ലിങ് ശ്രദ്ധിക്കണം. ഹീറ്റ് ലോസ് ചെയ്യാതിരിക്കാൻ നമുക്ക് അഡോപ്റ്റ് ചെയ്യാൻ പറ്റുന്ന സംവിധാനമാണ് ചോദിച്ചാൽ ചില ആൾക്കാർ എഴുതിയിട്ടുണ്ട്. പാത്രം ഒന്നിക്കലും മൂടി വെക്കുക, അപ്പോൾ ആവി എന്ത് ചെയ്യും? തടസ്സപ്പെടുത്തിയിട്ട് എടുക്കുമല്ലോ. കൺവെക്ഷൻ ഒഴിവാക്കാൻ വേണ്ടി പറ്റും. ഗ്യാസിലും ലിക്വിഡിലാണ് കൺവെക്ഷൻ നടക്കുക. കാസറോളിൽ വെക്കുക, ഹോട്ട് ബോക്സിൽ വെക്കുക. ഹോട്ട് ബോക്സിലെല്ലാം തെർമൽ ഫ്ലാസ്കിലൊക്കെ വെച്ചാൽ 3 നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. 3 മെത്തേഡ്സാണ് ഇവിടെ ചോദിച്ചത്. കാസറോളിലാണെങ്കിൽ 3 പോവില്ല. അതായത് കണ്ടക്ഷൻ എന്ന് പറഞ്ഞാൽ സോളിഡിലോട്ടുള്ള മോളിക്യൂൾസ് ഇപ്പുറമുള്ള ചങ്ങായി അപ്പുറത്ത് കൊടുക്കും. അപ്പോൾ ഇതോ കൺവെക്ഷനിൽ ഗ്യാസിലും ലിക്വിഡിലാണ് നടക്കുക. മോളിക്യൂൾസ് എന്ത് ചെയ്യാണ്? ഡിസ്പ്ലേസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇവിടെയുള്ള മോളിക്യൂൾ കുറച്ചപ്പുറത്തേക്ക് പോകും. റേഡിയേഷനിൽ സംഭവിക്കുന്നത് ഇവിടെ മീഡിയത്തിൻ്റെ ആവശ്യമില്ല.
ഓക്കെ. അപ്പോൾ നമുക്ക് ഈ 3 തരവും ഏകദേശം ഒഴിവാക്കാൻ പറ്റുന്നത് കേസറോളും ഹോട്ട് ബോക്സുമാണ്. അതിൻ്റെ പിന്നെ നടുവിൽ തെർമോക്കോളൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞതാണ്. പിന്നെയോ ഇതാ എനി വൺ ഓഫ് ദീസ് ഹീറ്റ് ട്രാൻസിഷൻ മെത്തേഡ്, ഇതിലേതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. പിന്നെയോ ചോദിച്ചത് എന്താണ്, വാട്ട് ആർ ദ ഹീറ്റ് ട്രാൻസ്മിഷൻ മെത്തേഡ് ത്രൂ ദ ഹീറ്റ് ഓഫ് ഫുഡ് ഈസ് ലോസ്റ്റ്, എങ്ങനെയാണ് ഫുഡിൽ നിന്ന് പിന്നെ ഹീറ്റ് നഷ്ടപ്പെടുന്നത്. അത് ഏതെങ്കിലും ഒരു മെത്തേഡിൻ്റെ പേര് എഴുതിയാൽ മതി. ഇവിടെ ഒരു മെത്തേഡിൻ്റെ പേര് എഴുതുക, ഏതെങ്കിലും ഒരു മെത്തേഡിനെ ഇവിടെ ഡിസ്ക്രൈബ് ചെയ്യുക, ഇവിടെ നമുക്ക് അഡോപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധാനത്തെ എഴുതി. ഇതാ ഒരു വെസൽ എന്ത് ചെയ്യുക, ഒരു ലിഡ് എടുത്ത് മൂടി വെക്കുക എന്ന് എഴുതിയാൽ മാർക്ക് കിട്ടും. ഇവിടെ നമുക്ക് കൺവെക്ഷൻ ഒഴിവാക്കാം. കൺവെക്ഷൻ നടക്കുക എന്തിനാ, ഗ്യാസിലൂട്ടിയാണ് പിന്നെ ലിക്വിഡിലൂട്ടിയാണ്. അപ്പോൾ ആവിയായിട്ട് പോകുന്നതിന് നമുക്ക് തടയാൻ വേണ്ടി പറ്റും. പിന്നെയോ പുട്ടിനെ കാസറോൾ അടച്ചു വെക്കുക. കാസറോൾ അടച്ചു വെച്ചാൽ ഇവിടെ 3 ടൈപ്സും നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഹീറ്റ് ലോസ് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ എന്നാൽ ശരി, ഓക്കെ, റെഡി.